നമസ്കാരം. പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓണക്കാലം ഇങ്ങെത്തി. വെള്ളിയാഴ്ച സെപ്റ്റംബർ 6 ഈ വർഷത്തെ അത്തം. ഓണം ആഘോഷിക്കാൻ അത്തം എത്തുന്നതിന് മുൻപ് തന്നെ വീട്ടിൽ ചില ഒരുക്കങ്ങളൊക്കെ നടത്തേണ്ടതുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യമായിട്ട് ചാനൽ സന്ദർശിക്കുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. വെള്ളിയാഴ്ചയാണ് അത്തം വരുന്നത്. അതായത് നാളെ ഓണത്തിന് തുടക്കം കുറിച്ച് നാം പൂക്കളം ഇട്ടും ഒക്കെ തുടങ്ങുന്ന ഒരു ദിവസമാണ് നാളെ. ഓണക്കാലത്തിൻ്റെ തുടക്കം പൂക്കളത്തോടെ ആരംഭിക്കുന്നു. അത്തം പിറക്കുന്നതിന് മുൻപ് വീട്ടിൽ നിന്നും ചില വസ്തുക്കൾ എടുത്തു മാറ്റുന്നത് നല്ലതാണ്. ഇത് ദുരിതങ്ങളൊക്കെ തീർക്കാൻ നിങ്ങളെ സഹായിക്കുന്നതാണ്. നമുക്ക് എല്ലാവർക്കും ഇത് ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അത്തം പിറക്കുന്നതിന് മുൻപായി തന്നെ ഇത് ചെയ്താൽ സർവ്വ ഐശ്വര്യവും വന്നു ചേരും. അപ്പോൾ എന്തൊക്കെയാണ് ആ കാര്യങ്ങൾ എന്ന് നമുക്ക് ഓരോന്നായി നോക്കാം. ആദ്യം പറയാൻ പോകുന്നത് വീടിൻ്റെ മുൻഭാഗം ഏത് രീതിയിൽ അറേഞ്ച് ചെയ്യണം അല്ലെങ്കിൽ എങ്ങനെ ആയിരിക്കണമെന്നാണ്. അതായത് സെപ്റ്റംബർ 6 മുൻപായി, അത്തത്തിന് മുൻപായി നമ്മുടെ വീടിൻ്റെ മുൻഭാഗത്തുള്ള കളകളും പുല്ലുമൊക്കെ നീക്കി വാതിൽ തുറന്ന് ഇറങ്ങുന്ന മുൻഭാഗം വൃത്തിയാക്കി വെക്കുക. ചാണകവെള്ളം തളിച്ചോ മഞ്ഞൾ വെള്ളം തളിച്ചോ ശുദ്ധിയാക്കുക. സാക്ഷാൽ മഹാലക്ഷ്മിയെ വരവേൽക്കാൻ, മാവേലി തമ്പുരാനെ വരവേൽക്കാൻ തിരുമുറ്റം ഒരുക്കി നിർത്തേണ്ട ആവശ്യമാണ്. തുളസി ചെടിയുണ്ടെങ്കിൽ നല്ല രീതിയിൽ അത് പരിപാലിച്ച് നിർത്തുക. മുരടിച്ചതാണെങ്കിൽ അത് നീക്കി നല്ലത് മാത്രം നടുക. അല്ലെങ്കിൽ ഒരുപാട് ഇലകളൊക്കെ മുരടിച്ചതുണ്ടെങ്കിൽ ആ ഇലകളൊക്കെ നീക്കം ചെയ്ത് നല്ല രീതിയിൽ അതിനെ പരിപാലിക്കുക. അടുത്തത് അടുക്കളയിൽ എങ്ങനെ ആയിരിക്കണമെന്ന് പറയാം. അടുക്കളയിൽ ധാന്യങ്ങളോ അരിയോ പഴകിയത് ഇരിപ്പുണ്ടെങ്കിൽ അതെടുത്ത് മാറ്റുക. അത് കഴിവതും ഒഴിവാക്കിയാൽ നല്ലതാണ്. അതായത് ഉപയോഗശൂന്യമായ വസ്തുക്കൾ ഉണ്ടെങ്കിൽ, അതായത് അരി പോലുള്ളവ ഇപ്പം പൂത്തതോ അല്ലെങ്കിൽ അഴുക്കായതോ ഒക്കെ ഉണ്ടെങ്കിൽ അതെടുത്ത് കളയുന്നതായിരിക്കും നല്ലത്. കാരണം ഓണം സമ്പൽ സമൃദ്ധിയെ സൂചിപ്പിക്കുന്ന ഒന്നാണ്. ഇതിനാൽ ഐശ്വര്യത്തിനായി ഈ കാര്യങ്ങളൊക്കെ ചെയ്യുക. വീട്ടിൽ ധാന്യ സമൃദ്ധി ഉണ്ടാകാൻ ഇത് ആവശ്യമാണ്. ഇനി പറയാൻ പോകുന്നത്, വീട്ടിൽ ചെടികളൊക്കെ ഉണ്ടെങ്കിൽ അതിൽ ഒരുപാട് ഉണങ്ങിയ ഇലകളും മറ്റും ഒക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ പൂക്കളൊക്കെ മഴവെള്ളമൊക്കെ പിടിച്ച് അളിഞ്ഞ് അല്ലെങ്കിൽ അഴുകിയൊക്കെ ഇരിപ്പുണ്ടെങ്കിൽ അത് നീക്കം ചെയ്യുന്നത് നല്ലതായിരിക്കും. വീടിനുള്ളിൽ ഫ്ലവർ വൈസ് സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ നിങ്ങൾ ശ്രദ്ധിക്കാത്ത തരത്തിൽ, അതായത് അതിൻ്റെ വശങ്ങളിൽ നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ ശ്രദ്ധ പതിക്കുന്ന സ്ഥലമല്ലാതെ അതിൻ്റെ പുറകുവശത്തൊക്കെ മാറാല പിടിച്ച് ഇരിപ്പുണ്ടാകും. അത് നിങ്ങൾ നീക്കം ചെയ്യുക. മാറാല വീട്ടിൽ പിടിച്ചു കിടക്കുന്നത് അത്ര നന്നല്ല. ഇവയെല്ലാം തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പ്രത്യേകിച്ച് കന്നിമൂല ഭാഗത്ത് ഇതുപോലെ വീട്ടിൽ സമ്പത്ത് സൂക്ഷിക്കുന്ന ഇടം, അലമാര, ഇവയുടെ അടിഭാഗവും മുകൾ ഭാഗവും വൃത്തിയാക്കണം. ഇതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കാതെ പോകുന്ന കാര്യമാണ്. പക്ഷേ ഇതൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സമ്പൽ സമൃദ്ധി ഐശ്വര്യം എല്ലാം വന്നു ചേരുന്നതായിരിക്കും. വീടിൻ്റെ പ്രധാന വാതിൽ തുടച്ച് വൃത്തിയാക്കി വെക്കുക. ഇതൊക്കെ ദിവസവും ചെയ്യുന്നത് നല്ലതാണ്. വീടിൻ്റെ പ്രധാന വാതിൽ തുടച്ച് വൃത്തിയാക്കി വെക്കുന്നതൊക്കെ. ദേവി വരുന്നത് പ്രധാന വാതിലൂടെയാണ് എന്നാണ് സങ്കല്പം. അതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും വാതിൽ തുടച്ച് വൃത്തിയാക്കി തന്നെ സൂക്ഷിക്കുന്നത് നിങ്ങൾക്ക് ഐശ്വര്യമാണ്. അടുത്തത് കരിഞ്ഞ വൃക്ഷങ്ങളെക്കുറിച്ച് പറയാം. വീടിൻ്റെ മുൻഭാഗത്ത്, അതായത് നിങ്ങളുടെ വാതിൽ തുറന്നു നിങ്ങളുടെ മുൻഭാഗത്ത് കരിഞ്ഞതോ ഉണങ്ങിയതോ ആയ വൃക്ഷലതാദികൾ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ മുറിച്ച് മാറ്റുക. ഇപ്പം നിങ്ങൾ ഡോർ തുറന്ന് നോക്കുന്നത് തന്നെ ഒരു കരിഞ്ഞ വൃക്ഷത്തിലാണെങ്കിൽ അത് എത്രയും വേഗം തന്നെ അവിടുന്ന് നീക്കം ചെയ്യുക. ഇവ വീടിൻ്റെ തിരുമുന്നിൽ നിൽക്കുന്നത് അത്ര നന്നല്ല. പച്ചപ്പും സമൃദ്ധിയും ഉള്ളവ മാത്രം വെച്ചു പിടിപ്പിക്കുക, നിലനിർത്തുക. വീട്ടിലെ കേടായ പാത്രങ്ങൾ മാറ്റുക. പ്രത്യേകിച്ചും കഴിക്കുന്ന പാത്രങ്ങൾ, അത് പൊട്ടിയതോ ഒക്കെ ആണെങ്കിൽ നിങ്ങൾ ഒന്നും കൂടി ഉപയോഗിച്ചിട്ട് കളയാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് മാറ്റുക. അത് നിങ്ങൾക്ക് അത്ര നന്നല്ല. മാറ്റാൻ പറ്റുന്നവർ എത്രയും വേഗം തന്നെ അതൊക്കെ മാറ്റി ഉപയോഗിക്കുക.
ഇതുപോലെ നിലവിളക്കുകൾ ഉണ്ടാകും, അരിപ്പാത്രം, അങ്ങനെ ഒരുപാട് ഇങ്ങനെ പൊട്ടിയതുമൊക്കെ നമ്മൾ നിത്യ ഉപയോഗ സാധനങ്ങൾ, നമ്മളുടെ ആഹാരം പാകം ചെയ്യുന്ന പാത്രങ്ങൾ, ഇതൊക്കെ പൊട്ടിയതും ഒക്കെ ഉണ്ടാകും. അതൊക്കെ നിങ്ങൾ മാറ്റി ഉപയോഗിക്കുക. ഒരുപാട് അഴുക്കുകളൊക്കെ പിടിച്ച പാത്രങ്ങൾ, ക്ലാവ് ഒക്കെ പിടിച്ച പാത്രങ്ങളുണ്ടെങ്കിൽ അത് കഴുകി വൃത്തിയാക്കിയ ശേഷം ഉപയോഗിക്കുക. കഴുകിയിട്ടും അത് പോകാത്തയൊക്കെ അഴുക്കുകളാണെങ്കിൽ അവ മാറ്റി ഉപയോഗിക്കാൻ പറ്റുമെങ്കിൽ അത് അങ്ങനെ ചെയ്യുക. ഇത് അതായത് അത്തം വരുന്നതിന് മുമ്പേ തലേ ദിവസം തന്നെ ഇതൊക്കെ ചെയ്തു വെച്ചാൽ ഏറ്റവും നല്ലതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ഓണത്തിന് മുന്നോടിയായിട്ട്, അതായത് അത്തത്തിന് മുന്നോടിയായിട്ട് നിങ്ങൾ ചെയ്തു വെക്കേണ്ട കാര്യം. ഇപ്പോഴേ ഈ കാര്യങ്ങളൊക്കെ ചെയ്താൽ നമുക്ക് സമ്പൽ സമൃദ്ധി, ഐശ്വര്യം ഒക്കെയാണ് നമ്മളെ കാത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അതനുസരിച്ച് കാര്യങ്ങൾ ചെയ്ത് പോസിറ്റീവ് എനർജി വീട്ടിൽ കൊണ്ടുവരിക. നമ്മൾ വീട് മുൻവശം തുറക്കുമ്പോൾ തന്നെ ഒരു കരിഞ്ഞ വൃക്ഷം കണ്ടാൽ കരിഞ്ഞ വൃക്ഷത്തിന് എനർജി ഇല്ല, അപ്പോൾ അതൊരു നെഗറ്റീവ് എനർജിയായി. അപ്പോൾ അത്തരത്തിലാണ് ഓരോരോ കാര്യങ്ങൾ. ഇപ്പോൾ പാത്രത്തിൻ്റെ കാര്യം പറഞ്ഞാൽ തന്നെ പാത്രം പൊട്ടിക്കഴിഞ്ഞാൽ അത് ഉപയോഗമില്ല, പകുതി പൊട്ടിയിരിക്കുകയാണ്. അപ്പോൾ അത് നിങ്ങൾ നിത്യമായിട്ട് എന്നും ഉപയോഗിക്കുന്ന ഒരു പാത്രമാണെങ്കിൽ അത് മാറ്റി ഉപയോഗിക്കുന്നത് തന്നെയാണ് നല്ലത്. നിങ്ങളുടെ വീട്ടിൽ ഒരുപക്ഷെ വേറെ പാത്രം ഉണ്ടാകും, പക്ഷെ നിങ്ങൾ എന്നാൽ ഇത് കുറച്ച് നാളും കൂടി ഉപയോഗിക്കാം എന്ന് കരുതി ആയിരിക്കാം അത് ഉപയോഗിക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള പാത്രങ്ങളും മറ്റുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾ മാറ്റുക. പിന്നെ ഈ മാറാല, അതുപോലെ നിങ്ങളുടെ വീടിൻ്റെ മൂല, അതുപോലെ നിങ്ങൾ ഡെയിലി നിങ്ങളുടെ വീടിൻ്റെ ഉൾവശം നിങ്ങൾ അടിച്ചു വാരുന്നുണ്ടാകും, പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കാത്ത സ്ഥലമാണ് നിങ്ങളുടെ TV സ്റ്റാൻഡിൻ്റെ അടിവശം, അലമാരയുടെ അടിവശം. ഇതൊക്കെ നിങ്ങൾ ഈ ഒരു ഓണത്തിന് മുമ്പായിട്ട് നിങ്ങളത് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സർവ്വ ഐശ്വര്യവും വന്നു ചേരുന്നതായിരിക്കും. എല്ലാവർക്കും നല്ലൊരു ഓണം ആശംസിക്കുന്നു. ഇതുപോലുള്ള ജ്യോതിഷ സംബന്ധമായ മറ്റു വാർത്തകളും അറിയാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വിഷയമായിട്ട് ഉടൻ തന്നെ കാണാം. നന്ദി.